നിങ്ങൾ തന്നെ എന്നെ വിളിച്ചതുകൊണ്ടാണ് ഈ കൃപകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളെന്നെ കേട്ടു ഇതുപോലെ ഇവിടെ കിടക്കും ആശാന്മാരെല്ലാം വലിയ ആശാന്മാരായിട്ട് നടക്കരുത്. കണ്ടോ, കൃപ വരുമ്പോ എല്ലാത്തിനും ഭയമാവും. നിയമം ഇന്നലെ 10 എല്ലാം കഴിയും എന്റെ കണ്ണുകൊണ്ടാണ്. കൃപടാമുഖ്യമാണ്. ആ കൃപടാമുഖ്യം നമുക്ക് രോഗം വരും. കാലില് നെഞ്ചത്ത് നടക്കാൻ കഴിയുന്ന അവസ്ഥയായി പാകിസ്ഥാനൊക്കെ ഇപ്പോഴാണ് നടക്കുന്നത്. ഒരു സമയം നടക്കാനുള്ള അവസ്ഥയായിട്ട് കളയുന്നു. അപ്പം ശരി കർത്താവെ എന്നെ ഇന്നതൊന്നും ഒഴിച്ച് വിടുവാൻ കഴിയും. വിടോ പിന്നെ വഞ്ചിച്ചെടുത്തിരിക്കുകയാണ്. ദൈവമേ 27 ദൈവം വഞ്ചിച്ചെടുത്തിരിക്കുകയാണ്. ഒഴിവാതെ വിടമൊഴി ഒഴിച്ചിരുന്ന കഴിയുമോ? അതിനകത്ത് പോയി നോക്കി നിങ്ങളെ പിടിച്ച് കിടത്തുകൊണ്ട് പ്രവാചകൻ ഓടിയ പോലെ ഓടിയാൽ അവിടെ തന്നെ പിടിച്ചു. കർത്താവ് പിടിച്ചെടുത്തിരിക്കുന്നതാണ്. അതാണ് കർത്താവിന്റെ മക്കളാണെന്ന് പറയുന്നത്. റോമായത്തിൽ 14-14 സ്വത്തിന് അവകാശിയായാണ് മക്കളുടെ സ്വത്തിന് മക്കളാണ്. അത് ജാഗ്രതാണോ മുസ്ലിംസാണ് ജാഗ്രസന്താനം. അതുകൊണ്ട് കാലത്ത് കഴിയുക. ഉൽപ്പത്തി 14-12 നിങ്ങളെ മുസ്ലിംസ് വിശ്വസിച്ചു. അവൻ കാട്ടിലേക്കുള്ള മനുഷ്യനായിരിക്കും. അവൻ കാട്ടിലേക്ക് അബ്രാഹാമിന്റെ മകൻ ഇസ്മായിൽ കാട്ടിലേക്കൊക്കെ മനുഷ്യനായിരിക്കും. അവരുടെ കൈ എല്ലാവരുടെയും കൈ അവനെല്ലാവരും വരും. അപ്പൊ അവന്റെ കൈ എല്ലാവരുടെ കൈ അവനെല്ലായിരിക്കും. അതെ. പിന്നെ അവന്റെ സഹോദരങ്ങളെതിരായി വർക്കുകയും ചെയ്യും. സഹോദരങ്ങൾക്കെതിരെ അവനിപ്പോ ഒരു ബിസിനസ് ആണ്. കൂട്ടുകാരാണ് മുസ്ലിമായി നടത്തിയിട്ടുണ്ടോ? നടത്തിയോ? 6 കൊല്ലം കഴിയുമ്പോ ആരുടെ കയ്യിലിരിക്കും ബിസിനസ്? ഇപ്പൊ അവന്റെ കല്യാണ വാക്കുകളാണ്. നിങ്ങൾ എല്ലാം നല്ല കഴിഞ്ഞിട്ട് ഇല്ലേ അവരെ പറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടു കാണുന്നത് സ്നേഹമാണ്. അതുപോലെ 2 കൊരിന്ത്യർ 14-11 വരാണ് പ്രവർത്തിക്കുന്നത്. എല്ലാം പരമതയാണ്. അപ്പോ അതുകൊണ്ടാണ് അവര് മുസ്ലിംസ് ദൈവം അവരുടെ കാര്യം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം കാര്യം കാണിക്കുന്നത്? ഏറ്റവും സാധാരണ മറന്നു വിധിക്കുന്നത് സാധാരണ അതാണ് സാധാ പറഞ്ഞിട്ട് സാധാ പറഞ്ഞ പ്രകാരമാണ് എന്നത് ഈ അതാണ് പ്രാപിച്ചത് വേലക്കാരനെ. അതിനുശേഷം കുഞ്ഞായി കഴിഞ്ഞപ്പോ സാധാരണ ഭവനമായിട്ട് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പുറത്താക്കുകയാണ്. അനീതിയാണ്. ദൈവം അനീതി യാക്കോബ് 2:9 പക്ഷപാതം കാണിച്ച മക്കളോട് പക്ഷപാതം കാണിക്കാമോ? ആണോ പെണ്ണാണെന്ന് പറഞ്ഞ് പക്ഷപാതം കാണിക്കാമോ? ഒരു മക്കളോട് കൂടുതലും മറ്റേ മകനോട് കുറച്ച് കാണിക്കാമോ? പാടില്ല. അത് അനീതി, അത് പാവമാണ്. പെണ്ണാക്കളോട് കുറച്ച് ആ മക്കളോട് കൂടുതൽ പറയരുത്. അത് പക്ഷപാതമാണ്. ആരും പറയാൻ അങ്ങനെ പറയുമ്പോ അവിടെ പ്രീതി പോകും. അല്ലേ? അതുകൊണ്ടാണ് ആരും തന്നെ പറയാത്തത്. അതുകൊണ്ടാണ് 3 കണ്ടുലോകത്തിന് ഇപ്പൊ പ്രപ്പോസൽ ആരെ വിളിച്ചുകൊണ്ടുള്ളത് കേൾക്കുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സവിശേഷത കാണിക്കാൻ കാലം മാതാപിതാക്കളായിട്ടുള്ള ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സവിശേഷത കാണിക്കാത്ത കാലം വരുന്നത് വചനം മാത്രമുള്ള കേൾവിക്ക് ഇമ്പം വളരെ ആവേശപ്പെടുക. അവർക്ക് കേൾവിയുടെ ഇമ്പമുള്ള ആവേശം കുറെ കേൾക്കുന്നത് കള്ളസാക്ഷ്യം എല്ലാം പറഞ്ഞുകൊണ്ടും ചിരിപ്പിച്ച് കളിപ്പിച്ച് കലക്കും ഇല്ലേ? എപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ഇതിനോട് കേൾക്കുകയാണ് എന്നെ പറ്റിയുള്ള ദൈവത്തിനെ വെളിപ്പെടുത്തി തരുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം വിശ്വസിക്കില്ലേ? അവിടെ ഞാൻ പഠിപ്പിക്കുകയാണ്. ഞാൻ പോയി പ്രാർത്ഥിച്ച് അതേ വ്യക്തി ചെയ്യുന്നത് ഒരു ശരീരത്തിൽ പറയുകയാണ്.
അപ്പൊ ദൈവത്തിന് പഠിപ്പിക്കുന്നത് സാക്ഷ്യമാണ്. പിന്നെ വല്ല സാക്ഷ്യമാണോ? അതാണ് ഈശോ എല്ലാം പഠിപ്പിക്കുന്നത് പറയുന്നത്. സകലതും നമ്മുടെ സാക്ഷ്യം ഒരുപാട് പത്രത്തെ പറഞ്ഞത് വചനമാണ് സാക്ഷ്യം. നമ്മളുടെ വചനം സാക്ഷ്യം അതാണ് കേട്ടത്. അവസാന ആളുകൾ എല്ലാവരും കേൾക്കും. അവർ തങ്ങളുടെ അഭിരുചിക്കായ പ്രബോധകരെ വിളിച്ചു കൊടുക്കും. തങ്ങളെ അഭിരുചിക്കാണ് പ്രബോധകരെ വിളിച്ചു കൊടുക്കും. ഓടിക്കാൻ പോകുന്ന സന്തോഷം അതാണ് യശയ്യാ 40:8 വചനം അസ്തമിക്കില്ല. മാർക്കോസ് 13:30-31 അറിയില്ല. എല്ലാം പോയാലും വചനവിഷയാണ്. വെളിപാട് 19:13 അവർ സത്യത്തിന് നേരെ കെട്ടിടങ്ങളിലേക്ക് സഞ്ചരിക്കും. സത്യമാണ് വചനത്തിന് നേരെ ചെവിയടച്ച് കെട്ടിടങ്ങളിലോട്ട് അവർ തിരിയും. എല്ലാവരും അങ്ങനെ പാടിയിരിക്കാൻ ക്ഷണവും പണവും പ്രധാനവും സ്വാതന്ത്ര്യ മാത്രം നീട്ടും. എല്ലാവരും മാറിയ അതുകൊണ്ടാണ് നമ്മൾ ഒറ്റപ്പെടുത്ത് വചനം തന്നെ വരുന്നു. ഇയാളുടെ എല്ലാ കാര്യങ്ങളും സമചിത പാലിക്കുക, സാമൂഹികത പാലിക്കുക, കർത്തവ്യം സഹിക്കുകയും സുവിശേഷങ്ങളിൽ ജോലി ചെയ്യുകയും. അതാണ് കഷ്ടത്തെ സഹിക്കണം. സുവിശേഷ ജോലികൾ ചെയ്യുകയും എന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. അതിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കഴിവും ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസരാണ് ഞങ്ങൾക്ക് കടമ നിർവഹിച്ചു. അത് പറയുന്നതാണ് ഈ വൈകിട്ട് ആ ഉത്പാദന കൈവരിച്ചു. എല്ലാവരും പിന്നെ അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അയാളുടെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത രണ്ടാമത്തെ സാക്ഷ്യം സ്വീകരിച്ചേക്കും. ഈ രണ്ടടയാളുകളും അവർ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നീ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക. അതോ നമ്മളൊന്നും നാട്ടുകാരും അവരാരെ വിശ്വസിക്കുക. അപ്പൊ നാന്തി എന്നാണ് വചനമാകുന്ന നാന്തി. അതായത് വിശുദ്ധ കത്തിൽ നിന്ന് നീ കുറെ നീ നദിയിൽ നിന്ന് കുറെ വെള്ളമെടുത്ത് കരയിൽ ഒഴിക്കുക. വെള്ളമെടുത്ത് എങ്ങനെ കരയിൽ നിങ്ങളുടെ മന്ദിരം ഒഴിക്കുക. എല്ലാവരുടെയും മന്ദിരം ഒഴിച്ചു കൊടുക്കുക. നദിയിൽ നിന്ന് നീ എന്റെ ജലം കരയിൽ വ്യക്തമായി മാറും. ഈ ഒഴിച്ച വെള്ളം രക്തമായി മാറി. ഈ രക്തമാണ് രക്തത്തിന് ജീവനുണ്ട്. എന്നാൽ ശരീരത്തിന് ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. ശരീരത്തിന് ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ ജീവനുണ്ട്. അത് വെളിച്ചത്തിന്റെ ജീവനുവേണ്ടി പാപപരിഹാരം ചെയ്യാൻ നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തത്തിൽ മാത്രം അഭാവം രക്തം. അതാണ് എപ്പോസസ് 1:7, എപ്പോസസ് 2:7, 1:7 രക്തത്തിൽ കൂടിയാണ് എല്ലാം ശുദ്ധീകരിക്കുന്നത്. കർത്താവിന്റെ രക്തം ചീന്തി നമുക്ക് വേണ്ടി ശുദ്ധി. അപ്പൊ രക്തത്തിന്റെ ജീവനാണ്. ഈ ജീവനാണ്. പിന്നെ അത് നമ്മൾ വചനം കണ്ടുവരുമ്പോഴാണ്. അത് വരുമ്പോ പിന്നെ തോന്നുന്നു നദിയിൽ ജലം കരയിൽ വ്യക്തമായി മാറും. മോശ പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യനായിരുന്നില്ല. വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിൽ തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവരോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? ആരാണ് മൂകനോ വിരലോ കാഴ്ചവെക്കനോ കുരുടനോ ആക്കുന്നത്? എല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമാണ്. കാഴ്ചയില്ലാതാക്കുന്നതും മൂകനാക്കുന്നതും ചൈലുണ്ടാവുന്നതും കേട്ടോ മാനസികമായ ജീവിക്കുന്നതും അംഗവൈകൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്റെ പ്രത്യേകതയാണ്. അത് ശിക്ഷയൊന്നുമല്ല. ദൈവം തന്നെ മഹത്വം പ്രകടിപ്പിക്കാൻ യോഹന്നാൻ 3:3 അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് സ്നേഹിക്കാൻ വേണ്ടത് ഓരോ സ്നേഹിക്കും ദൈവം തന്നെ മഹത്വം പ്രകടിപ്പിക്കാനാണ് ആ
അംഗവൈകല്യം കാണിക്കാത്തത് കഴിക്കാത്തവരെല്ലാം മാറ്റിപ്പോകും. നമ്മളതെന്താ ചെയ്യുന്നത്? അവർക്ക് മറ്റേ ഹൈന്ദവ വിദ്യാലയം പോകുന്നുണ്ട് ഇല്ലേ? പല സ്ഥലങ്ങളിലും പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരിക്കലല്ലേ? പിന്നെ പലർക്കും വാർത്തകൾ ഉണ്ടാകുന്നില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞേ വളർന്നു. അപ്പൊ ഇദ്ദേഹത്തിന് മൂല്യങ്ങളുണ്ടാകും. ആണായിട്ടില്ലാന്ന് കഴിയുമ്പോ അവരുടെ ആണുണ്ടായിട്ടിലൂടെ ഇല്ലേ അമ്മയെ തരാറുള്ള ആ അപ്പോ ഉരുളായി ഉരുളായിരുന്നു. കർത്താവായി ഞാനെന്റെ സംസാരിക്കാൻ ഞാൻ സഹായിക്കും. നീ പറയുന്നത് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ അവൻ അന്വേഷിച്ചു, കർത്താവ് മഞ്ഞായിരിക്കും അയക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു പറഞ്ഞു, നിനക്ക് വേദനായ അഹ്റോൻ സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. പറയേണ്ട വാക്കുകൾ നീ അവൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ നിന്നെയും അവനെയും അവരെ ശക്തിപ്പെടുത്തും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചു വരികയും ചെയ്യും. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിന്റെ കർത്താവായിരിക്കും. നീ അവന് ദൈവത്തിന് പോയി ഈ വഴി കൈയെടുത്തുകൊള്ളുക. നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വഴി എന്ന് പറഞ്ഞാൽ കൈയെടുത്തുള്ള ഈ കൃപ കൊണ്ടാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഈ കൃപ ഇത് കണ്ടപ്പോഴാണ് മന്ത്രവാദികളെ വിളിച്ചത് പറവൻ. അവരും വന്ന് ഇതുപോലെ തന്നെ കാണിച്ചു. കണ്ടോ? അത് കേട്ടത് കർത്താവ് മോശയോട് അവരോട് പറഞ്ഞു, പറവൻ നിന്നോട് അടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അവരോട് നിന്റെ വഴിയിൽ പറവയുടെ മുന്നിൽ എന്ന് പറയണം. അത് സർപ്പമായി മാറും. മോശയും അവരും പറവയുടെ അടുക്കൽ നിന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ അത്ഭുതം അടയാളം പ്രവർത്തിച്ചു. അവർ മോശയും അവരും അവരുടെ വഴി പറവയുടെ ചെലവിലെ മുമ്പിലിട്ടു. അത് സർപ്പമായി. അപ്പോൾ പറവോ വിദ്യന്മാരെയും മന്ത്രവാദികളെയും ഉടനെ വിദ്യന്മാരെ കൈവച്ചപ്പോ താഴെ വീണിട്ട് പോലീസ് വളർന്നു പറയുന്നു. അനേകം അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ വചനം പാലിക്കപ്പെടാണ്, വചനം പെരുപ്പെടാണ് നിങ്ങൾ വരുന്നത്. മറ്റെല്ലാം നമ്മുടെ വിശ്വാസം കളയിപ്പിക്കാനാണ്. 2:9-11 വെളിപാട് 14-14 നമ്മുടെ വിശ്വാസം കളയിപ്പിക്കാനാണ്. അവരെ അഞ്ചോളം പറഞ്ഞാൽ തന്നെ നമ്മൾ വിശ്വസിക്കരുത്. നിയമാവസരം 11-1-14 വചനം അറിയാത്തവരാണ് നമ്മൾ അവന് പുറകെ പോകുന്നത് ഇല്ലേ? വചനം അറിയുമ്പോഴും ഒരിക്കലും പോകില്ല. കാരണം നമ്മൾ അവനേക്കാൾ ശക്തരാണ്. അവർ ഉടനെ മന്ത്രവാദികൾ വന്നു ഇതുപോലെ പ്രവർത്തിച്ചു. വിജയമായും മന്ത്രവാദികളെ വിളിച്ചു വരുത്തി തങ്ങളുടെ മാന്ത്രികവിദ്യ ഈജിപ്തിലെ മന്ത്രവാദികൾ അപ്രകാരം ചെയ്തു. അവർ ഓരോരുത്തരും തങ്ങളുടെ വഴിയെ നിലനിൽക്കുമ്പോൾ അത് സർപ്പങ്ങളായി മാറി. എന്നാൽ അഹ്റോന്റെ വഴി അവരുടെ വഴിയെ കണ്ടോ? അഹ്റോന്റെ വഴി അവരുടെ വഴിയെ ഈ കൃപ നമ്മുടെ മറ്റു കൃപയില് തലകർത്തത് എല്ലാം നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് സാങ്കേതികം ഇതിലാണ് കൃപ കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ കൃപ നിങ്ങൾക്ക് കൂടുതൽ കൃപ വേണം. വാചനം പാലിക്കണം. ലോകം ഞാൻ വാദനം ചെയ്യാം. 15-21 പറയുന്നത് നിങ്ങളെല്ലാവരും ധാരാളം വായിക്കണം. കേട്ടതാണ് പറയാനുള്ളതല്ല, സ്വീകരിക്കണം. അതാണ് ഞാൻ പറയുന്ന പോകുന്നത്. ആ 19-25 പറയാനുള്ളത്. എന്റെ പ്രിയ സഹോദരി ഓർമ്മിക്കുകയും നിങ്ങൾ കേൾക്കുന്നത് നന്ദിയുള്ളവരും സംസാരിക്കുന്നത് ശ്രേഷ്ഠമുണ്ടാത്തവരും കോപിക്കുന്നത് മന്ദഗതിക്കാരും ആയിരിക്കണം. കോപിക്കുന്നത് ഇപ്പൊ കോപക്ഷത്തിന്റെ കോപിക്കുന്നു അല്ലേ? മനുഷ്യന്റെ അപ്പൊ അതിന് കഴിക്കണം.
മോസസിന്റെ മധ്യസ്ഥത പ്രാർത്ഥിക്കണം. മോസസിന്റെ മധ്യസ്ഥ പല മോശമാരൊക്കെ അത് മോസസ് ഈ സൗമ്യത തരണം. മോസസ് കോപെടുത്ത് കലർന്നു കേട്ടോ. അവ കുട്ടികളുണ്ടായാലും പിന്നെ വേണ്ടിയല്ല. അല്ലെങ്കിൽ നോക്കിയാൽ മതി, എന്താണ് കുറിച്ച് നോക്കിയാൽ മതി. അപ്പൊ വരട്ടെ, ഒന്നും വേണ്ട, ഒരു ക്ലാസ് പഠിക്കാൻ കഴിയില്ല. അത് പോരാതെ ഭയങ്കര മക്കളും ക്ഷമിക്കോ ഇല്ല. ഇഷ്ടംപോലെ സെക്ടേഴ്സ് സാറില്ല. ഒന്നും കൊണ്ട് 4 നടക്കില്ല. മക്കളെ തോൽപ്പിക്കാമോ, മക്കളെ പിടിച്ച് ഉടക്കം കഴിക്കാമോ? ചെയ്തുകൊണ്ട് വചനമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ മകൻ കൊണ്ട് വൈകണമെങ്കിൽ മക്കളുടെ അമ്മയാണ് കണ്ടോ. നിങ്ങൾ എല്ലാവർക്കും ദൈവം ഈ കോട്ടയം പ്രവർത്തിക്കാതിരിക്കുകയാണ്. ഇന്നത്തെ ദൈവം നമ്മളത് ഉള്ളവർ കർത്താവ് ചെയ്യാനാണ്. അങ്ങനെ ഇല്ലാത്തവർക്ക് ഉള്ളതുപോലെ എടുക്കും. പലതും കഴിയും